എല്ലാവർക്കും നമസ്കാരം. ടീച്ച് ഫ്രം ഹാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പ്രിയപ്പെട്ട NS+2 വിദ്യാർത്ഥികളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം ശ്രീലേഖ ടീച്ചർ. നമ്മൾ 2024 ഏപ്രിൽ എക്സാമിലേക്ക് വേണ്ടി സോഷ്യോളജി എന്ന മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുകയായിരുന്നു. സോഷ്യോളജി എന്ന സബ്ജക്റ്റിൽ നിന്ന് അതിൽ നമ്മൾ 2 പാർട്ടുകളിലായിട്ട് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി. ഇപ്പം മൂന്നാമത്തെ പാർട്ട് വീഡിയോയാണ്. അതിൽ നമ്മളിനി ഓപ്ഷണൽ മൊഡ്യൂൾ ഫസ്റ്റ് സ്റ്റാറ്റസ് ഓഫ് വിമൻ അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 40 ക്വസ്റ്റ്യൻസ് നമ്മൾ മനസ്സിലാക്കി. 41ാമത്തെ ക്വസ്റ്റ്യൻ, ഏർലി വേദിക് ഓർ ദി ഋഗ്വേദിക് പീരിയഡ് ഈസ് ഐഡൻറ്റിഫൈഡ് ആസ് ഡാഷ്. അതായത് ഏർലി വേദിക് പീരിയഡ് അല്ലെങ്കിൽ ഋഗ്വേദ കാലഘട്ടം എന്നറിയപ്പെടുന്നത് 1500 മുതൽ 1800 BC ആണോ, 1500 മുതൽ 1000 BC, 1000 മുതൽ 800 BC, 1800 ടു 1500 BC, ഇതിലേതാണെന്നാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 1500 മുതൽ 1000 BC, അതാണ് ഋഗ്വേദ കാലഘട്ടം എന്ന് പറയുന്നത്. 42ാമത്തെ ക്വസ്റ്റ്യൻ, വൺ ഓഫ് ദി സെൻട്രൽ ഡിഫറൻസസ് ബിറ്റ്വീൻ ജൈനിസം ആൻഡ് ബുദ്ധിസം. അതായത് ജൈനിസവും ബുദ്ധിസവും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത്, ഓപ്ഷൻ എ, ജൈനിസം ഡിഡ് നോട്ട് റെക്കഗ്നൈസ് ദി എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് ബട്ട് ബുദ്ധിസം ഡിഡ് റെക്കഗ്നൈസ്. ജൈനിസം എന്ത് ചെയ്യുന്നില്ല, ദൈവത്തിൻ്റെ അസ്തിത്വം എന്ന സങ്കല്പത്തെ അംഗീകരിക്കുന്നില്ല, പക്ഷേ ബുദ്ധിസം അംഗീകരിക്കുന്നു. ആ പ്രസ്താവനയാണോ? രണ്ടാമത്തേത്, ജൈനിസം റെക്കഗ്നൈസ്ഡ് ദി എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് ബട്ട് ബുദ്ധിസം ഡിഡ് നോട്ട്. ജൈനിസം ദൈവം എന്ന അസ്തിത്വത്തെ അംഗീകരിക്കുന്നു, പക്ഷേ ബുദ്ധിസം അംഗീകരിക്കുന്നില്ല. മൂന്നാമത്തെ ഓപ്ഷൻ, ജൈനിസം റിക്കഗ്നൈസ് ദി എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ്സ് ബട്ട് ഇറ്റ് പ്ലേസ്ഡ് ദം ലോവർ ദാൻ ദി മഹാവീര. ജൈനിസം അംഗീകരിക്കുന്നുണ്ട്, പക്ഷേ ആർക്ക് താഴെയാണ്? മഹാവീരന് താഴെയാണ് ദൈവത്തിൻ്റെ അസ്തിത്വം എന്ന സങ്കല്പം. പക്ഷേ ബുദ്ധിസം എന്ത് ചെയ്യുന്നു? ഡിഡ് നോട്ട് റെക്കഗ്നൈസ് ദി എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ്. അങ്ങനെ 4 ഓപ്ഷനാണ്. നാലാമത്തേത്, ബുദ്ധിസം ജസ്റ്റ് ക്വസ്റ്റ്യൻഡ് ദി എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ്. ബുദ്ധിസം എന്ത് ചെയ്യുന്നു? ദൈവത്തിൻ്റെ അസ്തിത്വം എന്ന സങ്കല്പത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. ബട്ട് ജൈനിസം ഡിഡ് നോട്ട് റെക്കഗ്നൈസ്. ജൈനിസം എന്ത് ചെയ്യുന്നില്ല? അംഗീകരിക്കുന്നില്ല. ആൻഡ് പ്ലേസ് ദം എബോ എവരിത്തിങ്. എല്ലാത്തിനും മുകളിലാണ് അവർ അതിനെ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ് എന്നാണ്. ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണെന്നാണ് ജൈനിസവും ബുദ്ധിസവും തമ്മിലുള്ള. അപ്പോൾ ഓപ്ഷൻ സി ആണ്. ജൈനിസം റെക്കഗ്നൈസ് ദി എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ്. ജൈനിസം ദൈവത്തിൻ്റെ അസ്തിത്വത്തെ അംഗീകരിക്കുന്നു, ബട്ട് ഇറ്റ് പ്ലേസ്ഡ് ദം ലോവർ ദാൻ ദി മഹാവീര. മഹാവീരന് താഴെയാണ് അവരത് കാണുന്നത്. ബുദ്ധിസം ഡിഡ് നോട്ട് റെക്കഗ്നൈസ് ദി എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ്. ബുദ്ധിസം എന്ത് ചെയ്യുന്നില്ല? ദൈവത്തിൻ്റെ അസ്തിത്വത്തെ അംഗീകരിക്കുന്നില്ല. 43ാമത്തേത്, 43A, വിച്ച് ആക്ട് ഫിക്സഡ് ദി മിനിമം ഏജ് അറ്റ് മാരേജ് ഫോർ ഗേൾസ് ആസ് 14 years ആൻഡ് ഫോർ ബോയ്സ് ആസ് 18 years. നമ്മുടെ ഏത് ആക്റ്റാണ് എന്ത് ചെയ്യുന്നത്? പെൺകുട്ടികൾക്ക്, അതായത് വിവാഹപ്രായം പെൺകുട്ടികൾക്ക് 14, മിനിമം 14 വയസ്സ്, ആൺകുട്ടികൾക്ക് 18 വയസ്സ് എന്നൊരു ഉണ്ടായിരുന്നു. അത് ഏത് ആക്ട് ആയിരുന്നു എന്നാണ് ചോദിക്കുന്നത്. അത് ബി ആണ്, ചൈൽഡ് മാരേജ് റെസ്ട്രെയിൻ ആക്ട് 1929. അപ്പോൾ വിച്ച് ആക്ട് ഫിക്സഡ് ദി മിനിമം ഏജ് അറ്റ് മാരേജ് ഫോർ ഗേൾസ് ആസ് 14 years ആൻഡ് ഫോർ ബോയ്സ് 18 years. അതിൻ്റെ ആൻസർ ഏതാണ്? ബി ആണ് ആൻസർ. ചൈൽഡ് മാരേജ് റെസ്ട്രെയിൻ ആക്ട് 1929 എന്നുള്ളതാണ്. നെക്സ്റ്റ് 43 ബി, ഹബിൽദാസ് സർദാർ campaigned for increasing the age at marriage as propounded in the Child Marriage Restraint Act of 1929. This led to the amendment in the act and the new act also known the Sarda Act was. അതായത് ഹർബിൽദാസ് സർദാർ ക്യാമ്പയിൻ്റെ എന്ത് ചെയ്തു? ഒരു പ്രചരണം നടത്തി. എന്താണ് അദ്ദേഹം പ്രചരിപ്പിച്ചതാണ്? ഫോർ ഇൻക്രീസിങ് ദി ഏജ് അറ്റ് മാരേജ് ഓഫ് പ്രൊപ്പൗണ്ടഡ് ദി ചൈൽഡ് മാരേജ് റെസ്ട്രെയിൻ ആക്ട് 1929. 1929 ചൈൽഡ് മാരേജ് ആ റെസ്ട്രെയിൻ ആക്ട് പ്രകാരം എന്ത് ഇൻക്രീസ് ചെയ്യാൻ? മാരേജ് പ്രായമല്ലേ, അത് അമെൻമെൻറ്റ് ഇൻ ദിസ് ആക്ട് ചെയ്ത് പിന്നീട് അറിയപ്പെടുകയും ചെയ്തു. ഏത്? സർദാർ ആക്ട് എന്നുകൂടി അറിയപ്പെടുന്ന ആക്ട് ഏതാണെന്നാണ്. അത് ഡി ആണ്, ചൈൽഡ് മാരേജ് റെസ്ട്രെയിൻ ആക്ട് ഓഫ് 1976 ആണ്. അതാണ് ആൻസർ. 44ാമത്തെ ക്വസ്റ്റ്യൻ, ആസ് പെർ ദി സെൻസസ് 2001 ഡാഷ് ഈസ് ദി ഓൺലി സ്റ്റേറ്റ് ഇൻ വിച്ച് ഇൻ ഇന്ത്യ വെയർ ദി നമ്പർ ഓഫ്
വിമൻ ഈസ് മോർ ദാൻ മെൻ. അതായത് 2001 സെൻസസ് പ്രകാരം ഇന്ത്യയിൽ പുരുഷന്മാരെക്കാൾ സ്ത്രീകളുടെ എണ്ണം കൂടുതലുള്ള ഒൺലി സ്റ്റേറ്റ്, ഒരേ ഒരു സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളമാണ്. കേരള. 45 ദി ഋഗ്വേദിക് ആര്യൻസ് വെയർ ഡാഷ്. ഋഗ്വേദ കാലഘട്ടത്തിലെ ആര്യന്മാർ എങ്ങനെയുള്ളവരായിരുന്നു? പാട്രിയാർക്കൽ, മാട്രിയാർക്കൽ, മാട്രിലിനൽ, മാട്രിഫോക്കൽ. ഇതിലേതായിരുന്നു? പാട്രിയാർക്കൽ ആയിരുന്നു. ഗോത്രാധിപത്യം നിലനിന്നിരുന്ന, അതാണ് പാട്രിയാർക്കൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 45 Two most well-known ധർമ്മശാസ്ത്രാസ് laid down codes of conduct which placed heavy restrictions on women's mobility and freedom were മനുസ്മൃതി ആൻഡ് ഡാഷ്. അതായത് സ്ത്രീ സ്വാതന്ത്ര്യത്തിനും സ്ത്രീ ചലനാത്മകതയ്ക്കുമൊക്കെ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ പെരുമാറ്റച്ചട്ടങ്ങൾ സ്ഥാപിച്ച ഏറ്റവും അറിയപ്പെടുന്ന 2 ധർമ്മശാസ്ത്രങ്ങളിൽ ഒന്ന് മനുസ്മൃതിയും മറ്റേത് ഏതാണെന്നാണ്. അതിൻ്റെ ആൻസർ 45 യജ്ഞവൽക്യ സ്മൃതി. 46 വേഴ്സസ് കമ്പോസ്ഡ് ബൈ വിമൻ നൺസ് ആർ റെഫേഴ്സ് ടു ആസ്. അതായത് നൺസ് എന്ന് പറഞ്ഞാൽ യോഗിനി, കന്യാസ്ത്രീ എന്നൊക്കെ പറയാമല്ലേ. വേഴ്സസ് കമ്പോസ്ഡ് ബൈ, അതായത് ബ്രഹ്മചാരിണികൾ അല്ലെങ്കിൽ ഈ സന്യാസിനിമാർ അവർ രചിച്ച ഒരു കാവ്യം ഉണ്ടായിരുന്നു. അതിനപ്പോൾ അറിയപ്പെടുന്ന പേര് തെരിഗത എന്നാണ്. തെരിഗത. 47 ദി കസ്റ്റമറി ആക്ട് ഓഫ് സെൽഫ് immolation of a widow on the funeral pyre of her husband either voluntary or forced is known as. അതായത് എന്ത് ചെയ്യുന്നതാണ്? ഒരു ആചാരം ഉണ്ടായിരുന്നു. വിധവയായിട്ടുള്ള സ്ത്രീ എന്താണ് ഭർത്താവിൻ്റെ ചിതയിലേക്ക് ചാടി മരിക്കണം എന്നുള്ളൊരു ദുരാചാരം ഉണ്ടായിരുന്നു. അതിന് പറയുന്ന പേരെന്തായിരുന്നു എന്നാണ്. സതി എന്നതാണ് ആൻസർ. സതി. ഇനി 47 ദി ഫസ്റ്റ് സ്കൂൾ ഫോർ ദളിത് ഗേൾസ് ഇൻ മഹാരാഷ്ട്ര വാസ് സ്റ്റാർട്ടഡ് ബൈ ജ്യോതിബ ഫുലെ. ജ്യോതിബ ഫുലെ ആണ് ആദ്യമായിട്ട് മഹാരാഷ്ട്രയിൽ ദളിത് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ഫസ്റ്റ് സ്കൂള് നിർമ്മിച്ചത്. അത് ട്രൂ ഓഫ് ഫാൾസോ എന്നാണ്. അത് കറക്റ്റ് ആൻസർ എന്താണ്? അത് ട്രൂ ആണ് അല്ലേ. അദ്ദേഹം തന്നെയാണ് മഹാരാഷ്ട്രയിൽ എന്ത് ചെയ്തത്? ദളിത് പെൺകുട്ടികൾക്കായിട്ട് സ്കൂള് സ്ഥാപിച്ചത്. 48 ക്വസ്റ്റ്യൻ. 48 അത് ഓപ്ഷണലാണ്. 48 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് സ്റ്റേറ്റ്മെൻറ്റ് വുഡ് യു ലൈക്ക് ടു റൈറ്റ് വിച്ച് ഹൈലൈറ്റ്സ് ദി ജെൻഡർ ഇക്വാളിറ്റി ഈസ് അച്ചീവ്ഡ് ഇൻ സൊസൈറ്റി. നമ്മൾ പറയാറുണ്ട് സമൂഹത്തിൽ ജെൻഡർ ഇക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ലിംഗസമത്വം അല്ലേ. ലിംഗസമത്വം നേടിക്കഴിഞ്ഞു. ഈ ഒരു പ്രസ്താവനയോട് നമ്മൾ സ്ത്രീകളുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു പ്രസ്താവനയോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഏതിനെക്കുറിച്ചാണ്? ജെൻഡർ ഇക്വാളിറ്റിയെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്കറിയാം ഇന്ന് ഒരുപാട് എന്തിനെക്കുറിച്ച് പറയുന്നുണ്ട്? ജെൻഡർ ഇക്വാളിറ്റിയെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ലിംഗസമത്വം നേടിക്കഴിഞ്ഞു, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പദവി എങ്ങനെയാണ് തുല്യമാണെന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിലും എന്താണ് അതിൽ നിങ്ങളെന്താണ് അഭിപ്രായം പറയുന്നത്? അല്ലെങ്കിൽ ജെൻഡർ ഇക്വാളിറ്റി എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സ്ത്രീകൾ അന്തസ്സോടെ ജീവിക്കുകയും അതുപോലെ വീട്ടിനകത്തും പുറത്തും അവരുടെ ജീവിതം നിയന്ത്രിക്കാൻ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം പ്രയോഗിക്കുകയും ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? അവിടെ ജെൻഡർ ഇക്വാളിറ്റി ഉണ്ടാകുന്നത്. സത്യമല്ലേ? അപ്പോൾ സ്ത്രീകൾ അന്തസ്സോടെ ജീവിക്കുകയും അവരുടെ വീട്ടിനകത്തായിക്കോട്ടെ അല്ലെങ്കിൽ അവർ വീട്ടിന് പുറത്തായിരിക്കുമ്പോഴായാലും അവരുടെ ജീവിതം നിയന്ത്രിക്കാൻ അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം അല്ലേ. സ്ത്രീകൾക്ക് അവരവരുടെ ജീവിതത്തിലുള്ള സ്വാതന്ത്ര്യം, അവരുടെ ജീവിതം നിയന്ത്രിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം പ്രയോഗിക്കുകയും ചെയ്യുമ്പോഴാണ് അവിടെ എന്ത് വരുന്നതെന്ന് നമുക്ക് പറയാം? ലിംഗസമത്വം ഉണ്ടാകുന്നതെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ. ഇനി 48 നമുക്ക് നോക്കാം. 48 എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ഹൗ ഫെമിനിസം റിജക്ട്സ് ദി നോഷൻ ദാറ്റ് ബയോളജിക്കൽ ഡിഫറൻസസ് ബിറ്റ്വീൻ men and women should form the basis for treating them differently. അതായത് ബയോളജിക്കൽ ഡിഫറൻസസ് ബിറ്റ്വീൻ മെൻ ആൻഡ് വിമൻ, നമ്മുടെ ജീവശാസ്ത്രപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ സ്ത്രീയുടെയും പുരുഷൻ്റെയും അല്ലേ, ആ വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ സ്ത്രീകൾ ആ ഒരു വ്യത്യാസത്തിൽ കാണാറുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെയാണ് ഫെമിനിസം അതിനെ എന്ത് ചെയ്യുന്നത്? റിജക്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെക്കുറിച്ച് ആ പ്രസ്താവനയെക്കുറിച്ച് പറയാനായിട്ടാണ്. ഓക്കെ, നോക്കാം. ഫെമിനിസ്റ്റുകൾ
സാമൂഹിക അസമത്വത്തിൽ ലിംഗവിവരണത്തിൻ്റെ വേരുകൾ കണ്ടെത്തുന്നു. അതായത് സ്ത്രീകളുടെ റോളിൻ്റെ വർഗീകരണത്തെ അവർ നിരാകരിക്കുന്നു. ബയോളജിക്കലി നമ്മൾ പറയാറുണ്ട് സ്ത്രീ പുരുഷ വ്യത്യാസത്തെക്കുറിച്ച്, ജീവശാസ്ത്രപരമായിട്ട് സ്ത്രീയുടെ സ്ട്രെങ്ത് ആയാലും പുരുഷൻ്റെ ആയാലും അങ്ങനെ വ്യത്യാസമാണെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഫെമിനിസ്റ്റുകൾ ഇതിനെ എന്ത് ചെയ്യുന്നു, ഇതൊരു സാമൂഹിക അസമത്വമായിട്ടാണ് കാണുന്നത് അല്ലേ. ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്നത് ഒരു അസമത്വമായിട്ട് കാണുന്നു. അതിലവർ ഒട്ടും തൃപ്തരല്ല ഫെമിനിസ്റ്റുകൾ. അതുപോലെ പ്രത്യുൽപാദന ക്ഷമതയും പുരുഷന്മാരുടെ ജീവിതത്തിൽ പുരുഷന്മാരുടെ ആയാലും ജീവിതക്ഷമതയും ഒക്കെ പാരമ്പര്യേതര ജോലികളിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം എന്താകുന്നു, പ്രോത്സാഹിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. അതായത് എന്തെങ്കിലും ഏത് തരത്തിൽ നമ്മൾ നോക്കിയാലും അങ്ങനെ ഈ ജീവശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകൾ ഒരു തരത്തിലും ആരെ ബാധിക്കുന്നില്ല, സ്ത്രീകളെ ബാധിക്കുന്നില്ല. ഒരിക്കലും ഇങ്ങനെ പറയുന്നത് അത് ശരിയായൊരു പ്രവണതയല്ല എന്നാണ് ഫെമിനിസ്റ്റുകൾ പറയുന്നത്. കാരണം ഇപ്പോൾ പുരുഷന്മാർക്കൊപ്പം തന്നെ സ്ത്രീകളും സമൂഹത്തിൽ എന്ത് ചെയ്യുന്നു, അവർ ഏതൊക്കെ മേഖലകളിലാണോ നേട്ടം കൈവരിച്ചിട്ടുള്ളത് അതേ മേഖലകളിൽ തന്നെ ഈ ജൈവശാസ്ത്രപരമായിട്ടുള്ള ഈ പ്രത്യേകതകൾ അല്ലെങ്കിൽ കുറവുകളുണ്ടെന്ന് പറയുന്ന സ്ത്രീയും അതിനോടൊപ്പം തന്നെ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫെമിനിസ്റ്റുകൾ ഈ വാദഗതിയൊക്കെ എതിർക്കുകയാണ് ചെയ്യുന്നത്. ഇനി 49ാമത്തെ ക്വസ്റ്റ്യൻ, അത് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്, ഓപ്ഷണലാണ്. അതിൽ ഈവൻ ആഫ്റ്റർ 7 decades of independence, gender discrimination is still found in political institutions. Explain the statement with suitable arguments. അതായത് നമുക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ 7 പതിറ്റാണ്ടുകൾക്ക് ശേഷവും 70 വർഷമൊക്കെ കഴിഞ്ഞുവെങ്കിലും ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, രാഷ്ട്രീയ സ്ഥാപനങ്ങളിലേക്ക് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ ഒരു പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നമുക്കറിയാം രാഷ്ട്രീയം എന്നത് ഇപ്പോഴും സ്ത്രീകൾക്ക് അനുയോജ്യമല്ലെന്നാണ് കണക്കാക്കപ്പെടുന്നത്. പുരുഷന്മാരെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ രാഷ്ട്രീയ മേഖലയിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം വളരെ കുറവുമാണ്. അതായത് അതിനുള്ള കാരണമായിട്ട് പറയുന്നത് അവർക്ക് അധികാരം കൈകാര്യം ചെയ്യുന്നതിൽ പരിചയമില്ല, അല്ലെങ്കിൽ സ്ത്രീകൾ അധികാരം കൈകാര്യം ചെയ്യാൻ പ്രാപ്തരല്ല എന്നുള്ളൊരു ചിന്താഗതിയാണ് സ്ത്രീകളെ രാഷ്ട്രീയത്തിൽ നിന്നും വേറിട്ട് നിർത്തുന്നത് അല്ലെങ്കിൽ മാറ്റി നിർത്തുന്നത്. അപ്പോൾ സ്ത്രീകളുമായി അധികാരം പങ്കിടുക എന്ന ആശയം അംഗീകരിക്കാൻ ആര് തയ്യാറല്ല? പുരുഷന്മാരൊരിക്കലും തയ്യാറല്ല. സ്ത്രീകൾ ഇപ്പോഴും പ്രധാനപ്പെട്ടവയ്ക്ക് അയോഗ്യമായി കണക്കാക്കിയാണ് തുടരപ്പെടുന്നത്. രാഷ്ട്രീയ നിലപാടുകളിൽ സ്ത്രീകൾ അയോഗ്യരാണ് എന്ന് കരുതപ്പെടുന്നു. പക്ഷേ നമ്മളൊന്ന് ആലോചിക്കണമല്ലോ, ഒരു കുടുംബത്തിലെ കാര്യങ്ങളെല്ലാം പെർഫെക്റ്റായിട്ട് നോക്കിക്കൊണ്ടു പോകാൻ കഴിയുന്ന ഒരു സ്ത്രീക്ക് എന്തുകൊണ്ട് രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ഒരു നാടിനെ നയിക്കാൻ കഴിയില്ല എന്നാരും ചിന്തിക്കുന്നില്ല. അവിടെയും സ്ത്രീ എന്ത് ചെയ്യപ്പെടുന്നു, പിന്തള്ളപ്പെടുകയാണ് ചെയ്യുന്നത്. അതുപോലെ രാഷ്ട്രീയ സ്ഥാപനത്തിലെ സ്ത്രീകളുടെ സംവരണ ബില്ല് ഇപ്പോഴും തീർപ്പ് കൽപ്പിക്കുന്നില്ല. അംഗീകാരത്തിനായിട്ട് അതിൽ തീർപ്പ് കൽപ്പിക്കാതെ നിലനിൽക്കുന്നുണ്ട്. പിന്നെന്താണ്, നിയമങ്ങളെയും നിയന്ത്രണങ്ങളെയും കുറിച്ച് സ്ത്രീകൾക്കുള്ള അവബോധത്തിൻ്റെ അഭാവം ഉണ്ടല്ലേ. സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും സ്ത്രീകൾക്ക് അവർക്ക് അർഹിക്കുന്ന അംഗീകാരം നൽകുന്നതിനെക്കുറിച്ചുള്ള ബോധം, ഒരു അവബോധമില്ലായ്മ ഇതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെയാണ് നിങ്ങൾ 5 മാർക്കിന് ചോദിച്ചാൽ എഴുതാനായിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ജെൻഡർ ഇക്വാളിറ്റി? എന്താണ് ലിംഗസമത്വം? ഹൗ ക്യാൻ ഇറ്റ് ബി അച്ചീവ്ഡ് ഇൻ ദി ഫാമിലി? എക്സ്പ്ലെയിൻ വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. എങ്ങനെയാണ് നമുക്കിത് നമ്മുടെ കുടുംബത്തിൽ നേടാൻ സാധിക്കുന്നത്? ഉദാഹരണ സഹിതം വ്യക്തമാക്കുക. ജെൻഡർ ഇക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ത്രീക്കും പുരുഷനും തുല്യമായിട്ട് സമൂഹത്തിൽ തുല്യമായിട്ടുള്ള ഒരു തുല്യ ജീവിത രീതി അല്ലേ, അതിനെയാണ് നമ്മൾ ജെൻഡർ ഇക്വാളിറ്റി എന്ന്, തുല്യ പരിഗണന. അപ്പോൾ എല്ലാ സാമൂഹിക സ്ഥാപനങ്ങളിലും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ പരിഗണന ലഭിക്കുന്ന ഒരു സാഹചര്യത്തെയോ അവസ്ഥയെയോ ആണ് നമ്മൾ ജെൻഡർ ഇക്വാളിറ്റി എന്ന് പറയുന്നത്. പക്ഷേ എല്ലായിടത്തും അത് ലഭിക്കുന്നുണ്ടോ എന്നുള്ളതൊരു ചോദ്യചിഹ്നമാണ് അല്ലേ. അപ്പോൾ കുടുംബത്തിൽ നമുക്കത് നേടാനാകും. അതായത് കുടുംബത്തിലാണ് ആദ്യം നമ്മൾ എന്ത് നടപ്പിലാക്കിയാലും നമ്മുടെ കുടുംബത്തിൽ നിന്ന് തുടങ്ങുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ ബഹുമാനവും ഒരു പരിഗണനയൊക്കെ കൊടുക്കേണ്ടത് എവിടെ നിന്ന് തന്നെയാണ്? അവളുടെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ്.
അപ്പോൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇടയിലുള്ള എല്ലാ തരവും അസമത്വങ്ങളും കുടുംബത്തിൽ നിന്ന് തന്നെ നീക്കം ചെയ്യുക. ജോലികൾ സ്ത്രീകൾ എന്ത് ചെയ്യുക, പുരുഷന്മാരും സ്ത്രീകൾക്കൊപ്പം വീട്ടിലെ ജോലികൾ ഏറ്റെടുത്ത് പരസ്പര സഹായവും സഹവർത്തിത്വത്തോടും കൂടി രണ്ടുപേരും ഈക്വലായിട്ട് ചെയ്തു പോവുക. പരസ്പരം ബഹുമാനിക്കുക. വീടുകളിൽ തന്നെ പുരുഷനെ മാത്രം ബഹുമാനിച്ചാൽ പോരാ, സ്ത്രീക്കും ആ ബഹുമാനം കിട്ടണം അല്ലേ. അപ്പോൾ പുരുഷൻ എന്ത് ചെയ്യണം, സ്ത്രീയെയും ബഹുമാനിക്കണം. അപ്പോൾ പരസ്പര ബഹുമാനം, അതായത് സ്ത്രീകൾക്ക് താഴ്ന്നതോ പുരുഷന് പുരുഷന് കുറച്ചുകൂടി ഉയർന്നതോ എന്നുള്ളതല്ല, എല്ലാവർക്കും എന്ത് ചെയ്യണം, മേന്മയേറിയ ഒരു അംഗീകാരം കുടുംബത്തിൽ നിന്ന് തന്നെ ലഭിക്കണം. അതുപോലെ ഡ്യുവൽ പാരൻറ്റിങ്, അതായത് ഒരു കുഞ്ഞിനെ ഇപ്പോൾ നമ്മൾ കാണുന്ന അവസ്ഥ എന്താണ്, അമ്മമാരാണ് കൂടുതലായിട്ട് കെയർ ചെയ്യുന്നത്. വീട്ടിലായാലും അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നെങ്കിൽ തന്നെ വീട്ടിലെ ജോലിയും ചെയ്യണം, അവർ എന്ത് ചെയ്യണം, പോകുന്ന ജോലി സ്ഥലത്ത് ജോലി ചെയ്യണം, മക്കളെ നോക്കണം. അപ്പോൾ ഡ്യുവൽ പാരൻറ്റിങ് എന്ന് പറയുമ്പോൾ മാതാവും പിതാവും ഒക്കെ എന്ത് ചെയ്യണം, അച്ഛനും അമ്മയും ഒക്കെ കുഞ്ഞിൻ്റെ കാര്യം തുല്യമായിട്ട് ഏറ്റെടുക്കണം. കുട്ടികളെ വളർത്തുന്നതിനുള്ള ഉത്തരവാദിത്തം എന്ത് ചെയ്യണം, അവർ തുല്യമായിട്ട് ഈക്വലായിട്ട് തന്നെ എന്ത് ചെയ്യണം, ഏറ്റെടുത്ത് ചെയ്യുകയും വേണം. അപ്പോൾ ഇതൊക്കെയാണ് കുടുംബത്തിൽ നമുക്ക് ജെൻഡർ ഇക്വാളിറ്റി നടപ്പിലാക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്നതും അനുയോജ്യമായിട്ടുള്ള ഉദാഹരണങ്ങളും എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഓപ്ഷണൽ മൊഡ്യൂൾ 2 കൾച്ചർ, അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആൻസറുകൾ നോക്കാം. 41ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ടിവിറ്റീസ് വിൽ യു ചൂസ് ഇഫ് യു ആർ ആസ്ക്ഡ് ടു ഐഡൻറ്റിഫൈ ആസ് ആൻ എക്സാമ്പിൾ ഓഫ് ഇന്ത്യൻ കൾച്ചർ? നമ്മുടെ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഭാഗമായി താഴെ പറയുന്നവയിൽ ഏതാണ് വരുന്നത്? ഷേക്കിംഗ് ഹാൻഡ്സ്, ഹഗ്ഗിങ്, കിസ്സിങ്, റെസ്പെക്ട് ടു എൽഡേഴ്സ് ബൈ ടച്ചിങ് ഫീറ്റ്. അതിൽ നമുക്കറിയാം ഡി ആണ് കറക്റ്റ് ആൻസർ. നമ്മുടെ ഇന്ത്യൻ സംസ്കാരം എന്ന് പറയുന്നത് എന്താണ്, മുതിർന്നവരെ പാദത്തിൽ തൊട്ട് വന്ദിക്കുക. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ അല്ലേ. ഇനി 42ാമത്തേത്, ബേസ്ഡ് ഓൺ ഫോളോയിങ് ഐഡൻറ്റിഫൈ ദി കറക്റ്റ് ഓപ്ഷൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? താഴെ കൊടുത്തിരിക്കുന്ന ഒരു പ്രസ്താവനയും അതിൻ്റെ റീസണും ഉണ്ട്, അത് വായിച്ചിട്ട് ഏതാണ് കറക്റ്റ് എന്ന് പറയാനാണ്. അവകാശവാദം എന്ന് പറയുന്നത് കൾച്ചർ ഈസ് എ ലേൺഡ് ബിഹേവിയർ ആൻഡ് നോട്ട് ജനറ്റിക്കലി ഇൻഹെറിറ്റഡ് നോർ ഈസ് ഇറ്റ് ആൻ ഇൻസ്റ്റിങ്ക്റ്റീവ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് നമ്മൾ സംസ്കാരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ നേടിയെടുക്കുന്ന സംസ്കാരം, അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിലുള്ള നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണ്? നമ്മൾ സമൂഹത്തിൽ നിന്നും ചുറ്റുപാടിൽ നിന്നും പഠിച്ചെടുക്കുന്ന ഒരു സ്വഭാവമാണ്. അത് ജനിതകപരമായിട്ട് പാരമ്പര്യമായിട്ടോ ലഭിക്കുന്നത് അല്ല. അതോടൊപ്പം എന്താണ്, അത് സഹജമായിട്ടുള്ള പെരുമാറ്റവുമല്ല അല്ലേ, നമ്മൾ ചുറ്റുപാടിൽ നിന്ന് നേടിയെടുക്കുന്നതാണ്. അപ്പോൾ അതിനൊരു റീസൺ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് അക്വേർഡ് ബൈ ഹ്യൂമൻ ബീയിങ്സ് ഫ്രം ദി സൊസൈറ്റി ഇൻ വിച്ച് ദേ ആർ ബ്രോട്ട് അപ്പ്. നമ്മൾ വളർന്നു വന്ന സമൂഹത്തിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് നേടിയെടുക്കുന്നത്. അപ്പോൾ ഇത് കറക്റ്റാണ്, ഇതിൽ കറക്റ്റാണോ ഇല്ലയോ എന്ന്, ഏതാണ് ഓപ്ഷൻ എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ എന്ന്. ഓപ്ഷൻ എ പറഞ്ഞേക്കുന്നത് എന്താണ്, ഇതിൽ എ അവകാശവാദവും അതുപോലെ റീസൺ എന്ന് പറയുന്നത് രണ്ടും. അവകാശവാദം ഫസ്റ്റ് എ എന്ന് പറയുന്നത് ട്രൂവും കാരണം പറഞ്ഞേക്കുന്നത് തെറ്റുമാണെന്നാണ്. ബി പറഞ്ഞേക്കുന്നത് എന്താണ്, അവകാശവാദം ഫോൾസും അതിൻ്റെ റീസൺ പറഞ്ഞേക്കുന്നത് ശരിയെന്നാണ്. സി രണ്ടും ശരിയാണെന്ന്, ഡി രണ്ടും തെറ്റാണെന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സി ആണ്. ഈ പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങളും എന്താണ്, ശരിയാണ്. അതായത് സംസ്കാരം മനുഷ്യൻ എന്താണ്, അവൻ്റെ ചുറ്റുപാടിൽ നിന്ന് പഠിക്കുന്നതുമാണ്. മനുഷ്യൻ വളർന്നു വന്ന സമൂഹത്തിൽ നിന്നാണ് നമ്മളിത് നേടിയെടുക്കുന്നതും. 43ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻഡിക്കേറ്റ് ദി കോൺസെപ്റ്റ് ഓഫ് കൾച്ചർ വിച്ച് മാച്ചസ് to the example. The way in which we greet varies from culture to culture and place to place. അതായത് നമ്മുടെ സംസ്കാരം, നമ്മൾ ഓരോ അഭിവാദ്യം ചെയ്യുന്ന രീതിയിലും എല്ലാം എന്താണ്, ഒരു സംസ്കാരത്തിൽ നിന്ന് മറ്റൊരു സംസ്കാരത്തിലായിക്കോട്ടെ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്കായിക്കോട്ടെ, എവിടെയായാലും അത് വ്യത്യസ്തമായിരിക്കും എന്ന് പറയുന്നത് താഴെ പറയുന്ന ഉദാഹരണവുമായി പൊരുത്തപ്പെടുന്ന സംസ്കാരത്തിൻ്റെ ആശയം സൂചിപ്പിക്കുക എന്നുള്ളതാണ്. അതിൽ എ കൾച്ചർ ഈസ് സ്പേസ് ബൗണ്ട്, ബി കൾച്ചർ ഈസ് ടൈം ബൗണ്ട്, സി മെറ്റീരിയൽ കൾച്ചർ, ഡി നോൺ മെറ്റീരിയൽ കൾച്ചർ എന്നുള്ളതാണ്. അപ്പോൾ എ ആണ് കറക്റ്റ് ആൻസർ. 43 എയുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് കൾച്ചർ ഈസ് സ്പേസ് ബൗണ്ട് എന്നുള്ളതാണ്. 43 ബി നോക്കാം. ഐഡൻറ്റിഫൈ ദി ക്യാരക്ടറിസ്റ്റിക് ഓഫ് കൾച്ചർ ദാറ്റ് മാച്ചസ് ദി ഡിസ്ക്രിപ്ഷൻ. എന്താണ്, all have songs, dances and tales in different forms of arts. All have languages to convey their ideas. എന്ന് പറഞ്ഞാൽ എന്താണ്,
താഴെ പറഞ്ഞിരിക്കുന്ന സവിശേഷത അനുസരിച്ച് എല്ലാവർക്കും വ്യത്യസ്ത കലകളിൽ പാട്ടുകളും നൃത്തങ്ങളും കഥകളും ഒക്കെ ഉണ്ട്. അതുപോലെ എല്ലാവർക്കും അവരുടേതായ ആശയങ്ങൾ അറിയിക്കാനായിട്ട് ഭാഷകളും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ താഴെ പറയുന്നതിൽ ഏതാണ് മാച്ച് ചെയ്ത് വരുന്നതെന്നാണ്. എ, കൾച്ചർ ഈസ് ലേൺഡ് ബിഹേവിയർ. ബി, കൾച്ചർ ഈസ് സ്റ്റേബിൾ യെറ്റ് ഇറ്റ് ഈസ് ഓൾസോ ഡൈനാമിക്. സി, കൾച്ചർ ഈസ് യൂണിവേഴ്സൽ. ഡി, എൻകൾച്ചറേഷൻ. അതായത് ഒന്നാമത്തെ എന്താണ്, സംസ്കാരം എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണ്? അതൊരു നമ്മൾ ലേൺ ബിഹേവിയർ, ചുറ്റുപാടിൽ നിന്ന് പഠിച്ചെടുക്കുന്നതാണ്. ബി എന്ന് പറയുന്നത് സംസ്കാരം സുസ്ഥിരമാണ്, എന്നാൽ അത് എന്തുവാണ്, ഡൈനാമിക്, ചലനാത്മകവുമാണ്. സി എന്ന് പറയുന്നത് കൾച്ചർ എന്ന് പറയുന്നത് ഒരു സാർവത്രികമായിട്ട് ലോകമെമ്പാടും എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നതാണ്. ഡി എന്ന് പറയുന്നത് എൻകൾച്ചറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എൻകൾച്ചറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ തലമുറ വഴി സംസ്കാരം കൈമാറി ഒരു വ്യക്തിയെ സാമൂഹിക അംഗമാക്കുന്ന പ്രക്രിയയാണ്. അതായത് കൈമാറി വരുന്നത്. അപ്പോൾ 43-ാമത്തേൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് കൾച്ചർ ഈസ് യൂണിവേഴ്സൽ. സംസ്കാരം എന്ന് പറയുന്നത് ഒരു എല്ലായിടത്തും ഉള്ളതാണ്, സാർവത്രികമായിട്ടുള്ളതാണ്. ഓക്കെ. 44-ാമത്തെ ക്വസ്റ്റ്യൻ, റെസ്ട്രിക്ഷൻസ് ഓർ പ്രൊഹിബിഷൻസ് വിച്ച് ആർ നോട്ട് പെർമിറ്റഡ് ബൈ ദി സൊസൈറ്റി ആർ നോൺ ആസ് ഡാഷ്. അതായത് സമൂഹത്തിൽ അനുവദനീയ, റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞാൽ നിയന്ത്രണങ്ങൾ, അതുപോലെ പ്രൊഹിബിഷൻ എന്ന് പറയുമ്പോൾ നിരോധനങ്ങൾ. സമൂഹത്തിൽ അനുവദനീയമല്ലാത്ത നിയന്ത്രണങ്ങളും നിരോധനങ്ങളും എന്നറിയപ്പെടുന്നത്, അതിന് പറയുന്ന പേര് എന്താണ്? അതിന് പറയുന്ന ടാബു എന്നാണ്. TABOO. വിലക്കപ്പെട്ട വസ്തു, പ്രവൃത്തി എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ റെസ്ട്രിക്ഷൻസ് ഓർ പ്രൊഹിബിഷൻസ് വിച്ച് ആർ നോട്ട് പെർമിറ്റഡ് ബൈ ദി സൊസൈറ്റി ആർ നോൺ ആസ് ടാബു. 45-ാമത്തെ ക്വസ്റ്റ്യൻ, നോക്കാം. അത് ഓപ്ഷണലാണ്. 45-ൽ എയും ബിയും ഉണ്ട്. 45A, ആൻ എക്സാമ്പിൾ ഓഫ് നോൺ മെറ്റീരിയൽ കൾച്ചർ ഈസ് ഡാഷ്. അതായത് നോൺ മെറ്റീരിയൽ കൾച്ചറിന് ഉദാഹരണമായിട്ട് ഭൗതികേതരം, നോൺ മെറ്റീരിയൽ ആകുമ്പോൾ ഭൗതികേതര സംസ്കാരത്തിന് ഉദാഹരണമായിട്ട് പറയുന്നത് എന്താണ്? അവിടെ ഡ്രസ്സ്, ഓർണമെൻറ്റ്സ്, ബിലീഫ്സ്, ഓട്ടോമൊബൈൽസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ബിലീഫ്സ് എന്നുള്ളതാണ്. ബിലീഫ്സാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത 45B നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. ഫുഡ്, ഡ്രസ്, ഓർണമെൻറ്റ്സ്, ഹൗസസ് ആൻഡ് ഓട്ടോമൊബൈൽസ് എറ്റ്സെട്ര ആർ എക്സാമ്പിൾസ് ഓഫ് ഡാഷ്. ഭക്ഷണം, വസ്ത്രം, ആഭരണങ്ങൾ, വീടുകൾ, വാഹനങ്ങൾ മുതലായവ ഏത് സംസ്കാരത്തിന് ഉദാഹരണമാണ് എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ അത് ഏത് സംസ്കാരത്തിന് ഉദാഹരണമാണ്? 45-ാമത്തേത് ബി, മെറ്റീരിയൽ എന്നുള്ളതാണ്. ഫുഡ്, ഡ്രസ്സ്, ഓർണമെൻറ്റ്സ്, ഹൗസസ് ആൻഡ് ഓട്ടോമൊബൈൽസ് ആർ എറ്റ്സെട്ര ആർ എക്സാമ്പിൾസ് ഓഫ് മെറ്റീരിയൽ. അവിടെ തന്നിട്ടുള്ളത് നോൺ മെറ്റീരിയൽ ഓർ മെറ്റീരിയൽ എന്നാണ്. മെറ്റീരിയൽ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. 46-ാമത് എ ക്വസ്റ്റ്യൻ ആണ്. അതിൽ അതും ചോയ്സ് ഉള്ളതാണ്. പ്രോസസ് വിച്ച് ഫെസിലിറ്റേറ്റ്സ് ലേണിംഗ് അബൌട്ട് വൺസ് ഓൺ കൾച്ചർ ഇൻ ഓർഡർ ടു ബിക്കം എ മെമ്പർ ഓഫ് വൺ സൊസൈറ്റി ഈസ് കാൾഡ്. ഡിഫൈൻ ഇൻ വൺ വേർഡ്. അത് വൺ വേർഡ് ഇതായിട്ട് പറയാനുള്ളതാണ്. 46-ാമത്തെ ക്വസ്റ്റ്യൻ. അതായത് ഒരാളുടെ സമൂഹത്തിലെ അംഗമാകുന്നതിന് എന്താണ്, സ്വന്തം സംസ്കാരത്തെക്കുറിച്ച് പഠിക്കാൻ സഹായിക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേര്. പ്രോസസ് വിച്ച് ഫെസിലിറ്റേറ്റ്സ് ലേണിംഗ് അബൌട്ട് വൺസ് ഓൺ കൾച്ചർ ഇൻ ഓർഡർ ടു ബിക്കം എ മെമ്പർ ഓഫ് വൺ സൊസൈറ്റി ഈസ് കാൾഡ് എൻകൾച്ചറേഷൻ. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, തലമുറ വഴി നമ്മൾ സംസ്കാരം കൈമാറി വന്ന് ഒരു വ്യക്തിയെ സാമൂഹിക അംഗമാക്കുന്ന പ്രക്രിയ. അതാണ് അവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 46-ൽ മറ്റൊരു ഓപ്ഷൻ കൂടിയുണ്ട്, നോക്കാം. അപ്പോൾ 46A ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. 46B, the process of modifying culture, beliefs and customs of a group of people or an individual by borrowing traits from a different culture is called dash. എന്താണത്? അതായത് നമ്മൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ദി പ്രോസസ് ഓഫ് മോഡിഫൈയിങ് കൾച്ചർ
കൾച്ചറൽ ബിലീഫ്സ്, നമ്മുടെ സാംസ്കാരികമായിട്ടുള്ള വിശ്വാസങ്ങൾ, വ്യത്യസ്ത സംസ്കാരത്തിൽ നിന്ന് നമ്മൾ സ്വഭാവ സവിശേഷതകൾ കടമെടുത്ത് ഒരു കൂട്ടം ആളുകളുടെ അല്ലെങ്കിൽ വ്യക്തിയുടെ സാംസ്കാരിക വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ പരിഷ്കരിക്കുന്ന പ്രക്രിയയ്ക്ക് വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ പേരാണ് അക്കുൾച്ചറേഷൻ. അതായത് നമ്മളൊരു പരിസ്ഥിതിയോട് പൂർണ്ണമായും ഇഴുകിച്ചേർന്ന് ജീവിക്കുന്നതിനെയാണ് നമ്മൾ അക്കുൾച്ചറേഷൻ എന്ന് പറയുന്നത്. ഒന്നുകൂടി പറഞ്ഞുതരാം. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ദി പ്രോസസ് ഓഫ് മോഡിഫൈയിങ് കൾച്ചറൽ ബിലീഫ്സ് ആൻഡ് കസ്റ്റംസ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഒരു കൂട്ടം ആളുകളാവാം അവരുടെ സാംസ്കാരികമായിട്ടുള്ള വിശ്വാസങ്ങളെ ആചാരങ്ങളെയും മോഡിഫൈ ചെയ്യുന്നതോ, അല്ലെങ്കിൽ ഒരു വ്യക്തി ആയിക്കോട്ടെ, ആൻ ഇൻഡിവിജ്വൽ ബൈ ബൊറോയിങ് ട്രൈറ്റ്സ് ഫ്രോം എ ഡിഫറെൻറ്റ് കൾച്ചർ ഈസ് കാൾഡ്. അതിന് പറയുന്ന പേരാണ് അക്വിൽച്ചറേഷൻ എന്നുള്ളത്. 47ാമത്തെ ക്വസ്റ്റ്യൻ, കൾച്ചർ ഈസ് നോട്ട് കൺസിഡേർഡ് ആസ് എ ലേണിംഗ് ബിഹേവിയർ. കൾച്ചർ എന്ന് പറയുന്നത് എന്താണ്? അതായത് സംസ്കാരം ഒരു പഠന സ്വഭാവമായിട്ട് കണക്കാക്കുന്നില്ല. കൾച്ചർ ഈസ് നോട്ട് കൺസിഡേർഡ് ആസ് ലേണിംഗ് ബിഹേവിയർ. സ്വഭാവത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രമായിട്ട് കൾച്ചറിനെ കണക്കാക്കുന്നില്ല എന്നാണ് പറയുന്നത്. അത് ഫാൾസ് ആണ്, തെറ്റാണ് അല്ലേ? അതായത് നമ്മൾ സംസ്കാരം എന്ന് പറയുമ്പോൾ അതെല്ലാം വരും. നമ്മുടെ സ്വഭാവവും നമ്മൾ ജീവിക്കുന്ന എല്ലാ പരിസ്ഥിതി എല്ലാം കൂടി ഉൾപ്പെടുന്നതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത്. ഇനി നമുക്ക് 2 മാർക്സ് ക്വസ്റ്റ്യൻസും ഉണ്ട്, അതുപോലെ തന്നെ 5 മാർക്സ് ക്വസ്റ്റ്യൻസും. 48ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അത് ഓപ്ഷണലാണ്. 48 ഒന്നുകിൽ എ അല്ലെങ്കിൽ ബി നിങ്ങൾക്ക് ചൂസ് ചെയ്ത് എഴുതാം. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. 48 എ. What facts would you choose to highlight that dance and music has always been popular in Indian culture, പാട്രണൈസ്ഡ് ബൈ കിങ്സ് ആൻഡ് നോബിൾസ്? അതായത് രാജാക്കന്മാരും പ്രഭുക്കന്മാരും സംരക്ഷിക്കുന്ന നമ്മുടെ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ നൃത്തവും സംഗീതവും എല്ലായ്പ്പോഴും പ്രചാരത്തിലുണ്ട് അല്ലേ? അതായത് നമ്മുടെ ഡാൻസ് ആൻഡ് മ്യൂസിക് ഹാസ് ഓൾവേസ് ബീൻ പോപ്പുലർ ഇൻ ഇന്ത്യൻ കൾച്ചർ. നമ്മുടെ സംസ്കാരത്തിൽ വളരെ പ്രശസ്തമാണ് ഡാൻസും മ്യൂസിക്കും എല്ലാം. പാട്രണൈസ്ഡ് ബൈ കിങ്സ് ആൻഡ് നോബിൾസ്, അതിനെ ആരാണ്? അതായത് സംരക്ഷിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ സംരക്ഷിച്ചിരുന്ന രാജാക്കന്മാരും പ്രഭുക്കന്മാരും ഒക്കെയാണ്. അപ്പോൾ അതിനെ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യാൻ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന വസ്തുതകൾ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം നമുക്ക്. അതായത് അതുമായിട്ട് നമുക്ക് ചേരുന്ന അല്ലെങ്കിൽ അതിനെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്ന വസ്തുതകളൊന്ന് എന്ത് തന്നെയാണ്? 18ാം നൂറ്റാണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ 18ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പാദത്തിൽ മൊഹദ് ഷാ എന്ന് പറയുന്ന വ്യക്തി സംഗീതത്തെ വളരെയധികം സംരക്ഷിച്ചിരുന്നു. പിന്നൊരു പോയിന്റ് പറയുന്നത് തഞ്ചാവൂരിലെ രാജതുളജി എന്ന് പറയുന്ന ആൾ നല്ല പ്രാവീണ്യമുള്ള സംഗീതജ്ഞനും അതുപോലെ സംഗീത സംരക്ഷകനുമായിരുന്നു. അദ്ദേഹം സംഗീത സാരാമൃത് എന്ന പുസ്തകം തന്നെ രചിച്ചിട്ടുണ്ട്. അപ്പോൾ 2 മാർക്കിനാണ്. അപ്പോൾ നമുക്ക് അത്രയും എഴുതിയാൽ മതിയാവും. ഓക്കെ, ഇനി അതിൽ 2ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 48 ബി. ഡിസ്കസ് എനി 2 ആസ്പെക്ട്സ് ഓഫ് അവർ കൾച്ചർ ടു നോ ദി ഇന്ത്യൻ കൾച്ചർ ഹെറിറ്റേജ്. അതായത് നമ്മുടെ ഇന്ത്യൻ സാംസ്കാരിക പൈതൃകം അറിയാൻ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഏതെങ്കിലും 2 വശങ്ങൾ ചർച്ച ചെയ്യണോ അല്ലെങ്കിൽ ചർച്ച ചെയ്യുക എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഏതെങ്കിലും? അതായത് നമ്മൾ നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ കൾച്ചർ ഹെറിറ്റേജ് അതിനെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ എന്തൊക്കെയാണ്? നമ്മുടെ പൈതൃക സാഹിത്യം, അതിൽ വേദങ്ങളും എല്ലാം വരും. പിന്നെ ഏതാണ്? നൃത്തം, സംഗീതം, കലകൾ, ചിത്രങ്ങൾ, വാസ്തുവിദ്യ, ശില്പങ്ങൾ, ഇതെല്ലാം അതിൽ ഉൾപ്പെടുന്നതാണ്. മനസ്സിലായല്ലോ? പൈതൃക സാഹിത്യത്തിൽ നമ്മുടെ വേദങ്ങളെല്ലാം വരുന്നു, അതുപോലെ നൃത്തം വരുന്നു. നൃത്തം അടുത്ത പോയിൻ്റായിട്ട് നൃത്തം, സംഗീതം ഇവ എഴുതാം. പിന്നെന്താണ്? കലയും ചിത്രങ്ങളും, വാസ്തുവിദ്യ, ശില്പങ്ങൾ, ഇതെല്ലാം അതിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇന്ത്യൻ സാംസ്കാരിക പൈതൃകം അറിയാൻ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഏതെങ്കിലും 2 കാര്യങ്ങളാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. നമ്മളിപ്പോൾ 3-4 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 48ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അത് ഓപ്ഷണലാണ്. 48 ഒന്നുകിൽ എ അല്ലെങ്കിൽ ബി നിങ്ങൾക്ക് ചൂസ് ചെയ്ത് എഴുതാം. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. 48 എ. What facts would you choose to highlight that dance and music has always been popular in Indian culture,
പാട്രണൈസ്ഡ് ബൈ കിങ്സ് ആൻഡ് നോബിൾസ്, അതായത് രാജാക്കന്മാരും പ്രഭുക്കന്മാരും സംരക്ഷിക്കുന്ന നമ്മുടെ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ നൃത്തവും സംഗീതവും എല്ലായ്പ്പോഴും പ്രചാരത്തിലുണ്ട് അല്ലേ. അതായത് നമ്മുടെ ഡാൻസ് ആൻഡ് മ്യൂസിക് ഹാസ് ഓൾവേസ് ബീൻ പോപ്പുലർ ഇൻ ഇന്ത്യൻ കൾച്ചർ. നമ്മുടെ സംസ്കാരത്തിൽ വളരെ പ്രശസ്തമാണ് ഡാൻസും മ്യൂസിക്കും എല്ലാം. പാട്രണൈസ്ഡ് ബൈ കിങ്സ് ആൻഡ് നോബിൾസ്, അതിനെ ആരാണ്, അതായത് സംരക്ഷിച്ചു കൊണ്ടിരുന്ന അല്ലെങ്കിൽ സംരക്ഷിച്ചിരുന്ന രാജാക്കന്മാരും പ്രഭുക്കന്മാരും ഒക്കെയാണ്. അപ്പോൾ അതിനെ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യാൻ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന വസ്തുതകൾ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം നമുക്ക്. അതായത് അതുമായിട്ട് നമുക്ക് ചേരുന്ന അല്ലെങ്കിൽ അതിനെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്ന വസ്തുതകൾ ഒന്ന് എന്ത് തന്നെയാണ്, 18-ാം നൂറ്റാണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ 18-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പാദത്തിൽ മൊഹദ് ഷാ എന്ന് പറയുന്ന വ്യക്തി സംഗീതത്തെ വളരെയധികം സംരക്ഷിച്ചിരുന്നു. പിന്നൊരു പോയിന്റ് പറയുന്നത് തഞ്ചാവൂരിലെ രാജതുളജി എന്ന് പറയുന്ന ആൾ നല്ല പ്രാവീണ്യമുള്ള സംഗീതജ്ഞനും അതുപോലെ സംഗീത സംരക്ഷകനുമായിരുന്നു. അദ്ദേഹം സംഗീത സാരാമൃത് എന്ന പുസ്തകം തന്നെ രചിച്ചിട്ടുണ്ട്. അപ്പോൾ 2 മാർക്കിനാണ്. അപ്പോൾ നമുക്ക് അത്രയും എഴുതിയാൽ മതിയാവും. ഓക്കെ, ഇനി അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 48-ൽ ബി, ഡിസ്കസ് എനി 2 ആസ്പെക്ട്സ് ഓഫ് അവർ കൾച്ചർ ടു നോ ദി ഇന്ത്യൻ കൾച്ചർ ഹെറിറ്റേജ്. അതായത് നമ്മുടെ ഇന്ത്യൻ സാംസ്കാരിക പൈതൃകം അറിയാൻ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഏതെങ്കിലും 2 വശങ്ങൾ ചർച്ച ചെയ്യണോ അല്ലെങ്കിൽ ചർച്ച ചെയ്യുക എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഏതെങ്കിലും, അതായത് നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ കൾച്ചർ ഹെറിറ്റേജ് അതിനെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ എന്തൊക്കെയാണ്, നമ്മുടെ പൈതൃക സാഹിത്യം, അതിൽ വേദങ്ങളും എല്ലാം വരും. പിന്നെ ഏതാണ്, നൃത്തം, സംഗീതം, കലകൾ, ചിത്രങ്ങൾ, വാസ്തുവിദ്യ, ശില്പങ്ങൾ, ഇതെല്ലാം അതിൽ ഉൾപ്പെടുന്നതാണ്. മനസ്സിലായല്ലോ. പൈതൃക സാഹിത്യത്തിൽ നമ്മുടെ വേദങ്ങളെല്ലാം വരുന്നു, അതുപോലെ നൃത്തം വരുന്നു. നൃത്തം അടുത്ത പോയിൻ്റായിട്ട് നൃത്തം, സംഗീതം ഇവ എഴുതാം. പിന്നെന്താണ്, കലയും ചിത്രങ്ങളും, വാസ്തുവിദ്യ, ശില്പങ്ങൾ, ഇതെല്ലാം അതിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ഇന്ത്യൻ സാംസ്കാരിക പൈതൃകം അറിയാൻ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഏതെങ്കിലും 2 കാര്യങ്ങളാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. നമ്മളിപ്പോൾ 3-4 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 49-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 5 മാർക്കിൻ്റേതാണ്, അതും ഓപ്ഷണലാണ്. അതിൽ എ, ക്ലാരിഫൈ ഹൗ ഏൻഷ്യൻ്റ് ഇന്ത്യ വാസ് എ റിച്ച് ഇൻ ദി ഡൊമെയിൻ ഓഫ് സ്കൾപ്ചർ ആൻഡ് ആർക്കിടെക്ചർ ആസ് ഇൻ ദി ഫീൽഡ് ഓഫ് ആർട്ട് ആൻഡ് കൾച്ചർ വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ് എന്നുള്ളതാണ്. അതായത് നമ്മുടെ സാംസ്കാരിക മേഖലകളിൽ എന്ന പോലെ ശില്പകലയുടെയും വാസ്തുവിദ്യയുടെയും മേഖലകളിൽ പുരാതന ഇന്ത്യ എങ്ങനെ സമ്പന്നമായിരുന്നു എന്നത് അനുയോജ്യമായ ഉദാഹരണ സഹിതം വ്യക്തമാക്കുക എന്നുള്ളതാണ്. നോക്കാം. അതിനെക്കുറിച്ച് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ ശില്പവും വാസ്തുവിദ്യയും, അതിനെക്കുറിച്ച് ശില്പകലയിലും വാസ്തുവിദ്യയിലും നമുക്കറിയാം ഇന്ത്യ വളരെയധികം സമ്പന്നമാണ് അല്ലേ. ഈ 2 കാര്യങ്ങളിലും വളരെയധികം സമ്പന്നമായിട്ടുള്ളൊരു രാജ്യമാണ് നമ്മുടേത്. അതിന് ഉദാഹരണമായിട്ട് പറയുന്നത് വിഷ്ണു ക്ഷേത്രം, സൂര്യക്ഷേത്രം, ഖജുരാവോ തുടങ്ങിയവയാണ് ഉദാഹരണമായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ മുഗൾ വാസ്തു, പേർഷ്യൻ, ഇന്ത്യൻ എന്നിവയുടെ സമന്വയവും വെളിപ്പെടുത്തുന്നു. അതായത് മുഗൾ വാസ്തുവിദ്യയിൽ നമ്മുടെ ഇന്ത്യയും അതുപോലെ ഇന്ത്യയുടെയും പേർഷ്യയുടെയും സമന്വയം കൂടിച്ചേർന്നുള്ളത് അതും നമുക്ക് വ്യക്തമാക്കി തരുന്നതാണ്. പിന്നെന്താണ്, ജൈനക്ഷേത്രം മുതലായവയ്ക്ക് പാശ്ചാത്യ ശൈലിയുടെ സ്വാധീനമുണ്ട്. ഒറീസയിലെ ക്ഷേത്രങ്ങളിൽ ഏറ്റവും മികച്ചത് ലിംഗരാജ ക്ഷേത്രമാണ്. ഇന്ത്യൻ വാസ്തുവിദ്യയിൽ വ്യത്യസ്തമായ സ്കൂളുകൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാടെണ്ണമുണ്ട്. ഇതിലേതെങ്കിലും 5 എണ്ണം നമ്മൾ എഴുതിയാൽ മതി. നെക്സ്റ്റ്, റൈറ്റ് അബൌട്ട് കോൺട്രിബ്യൂഷൻസ് ഓഫ് ഇന്ത്യൻ സയൻറ്റിസ്റ്റ്. ഇന്ത്യൻ സയൻറ്റിസ്റ്റുകളുടെ സംഭാവനകളെക്കുറിച്ച് എഴുതാനാണ്. അതിൽ നമുക്ക് ഒരുപാട് എഴുതാനായിട്ട് പുരാതന ഇന്ത്യൻ ശാസ്ത്രജ്ഞരുടെ സംഭാവനകളിൽ ഒരുപാടുണ്ട്. വൃദ്ധഗർഗ, അതുപോലെ ലഗ്ദ, പിന്നെ ആര്യഭട്ടീയം രചിച്ച ആര്യഭട്ട, അതുപോലെ സൂര്യ സിദ്ധാന്തമുണ്ട്. വൃത്താകൃതിയിലുള്ള ഭൂമി, നക്ഷത്രങ്ങളുടെ ചലനം, ഗ്രഹണത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഗ്രഹണ കാരണങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങളെക്കുറിച്ച് പറയുന്ന ഇതെല്ലാം നമ്മുടെ
ഇതിൻ്റെ സയൻറ്റിസ്റ്റുകളുടെ കോൺട്രിബ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. പിന്നെന്താണ്, ബൗധായാനൻ, അദ്ദേഹം ഒരു ഗണിതശാസ്ത്രജ്ഞനാണ്. അപ്പോൾ ബൗധായാനൻ അദ്ദേഹം രചിച്ച സുൽഫസൂത്രങ്ങൾ, ശ്രൗത് സൂത്രങ്ങൾ, അതുപോലെ തന്നെ വിസ്തീർണത്തിന് തുല്യമായ ചതുരങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള നിയമങ്ങൾ, അതുപോലെ തന്നെ ത്രികോണങ്ങൾ ചതുരങ്ങൾക്കും ദീർഘചതുരങ്ങൾക്കും തുല്യവും വൃത്തങ്ങൾക്ക് തുല്യമായ വൃത്തങ്ങളൊക്കെ നിർമ്മിക്കുന്നതിനുള്ള രീതികൾ, ഇതൊക്കെ കണ്ടുപിടിച്ചവരാണ്. പിന്നെ അതുപോലെ വരാഹമിഹിർ രചിച്ച ബൃഹത് സംഹിത പ്രധാനമായിട്ടും ജ്യോതിശാസ്ത്രം കൈകാര്യം ചെയ്യുന്നതാണ്. ഈ ബൃഹത് സംഹിത എന്ന് പറയുന്നത് ഇപ്പോഴും ആധികാരികമായിട്ട് അത് കണക്കാക്കുകയും ചെയ്യുന്നു. അതുപോലെ സസ്യശാസ്ത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ ഉൾക്കൊള്ളുന്നതാണ്. ഇനി വാഗ്ഭടൻ നമുക്കറിയാം, ചരകൻ അല്ലേ, അദ്ദേഹത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ചരകൻ, ധന്വന്തരി, ഇവരൊക്കെ വൈദ്യന്മാർ ആ ഒരു ഇതിൽ വരുന്നവരാണ്. സമ്പുഷ്ടമായ പുരാതന വൈദ്യശാസ്ത്ര സമ്പ്രദായങ്ങൾ, സമ്പുഷ്ടമായ ആയുർവേദം, പിന്നെ ബ്രഹ്മഗുപ്തൻ, അദ്ദേഹം ഒരു ഗണിതശാസ്ത്രജ്ഞൻ, പൂജ്യത്തിൻ്റെ ഉപയോഗം കണ്ടെത്തിയത്, ദശാംശ വ്യവസ്ഥയുടെ അഗാധത, ഇതെല്ലാം വരും. ഇതിലേതെങ്കിലും 5 പോയിൻ്റ് നിങ്ങൾ എഴുതിയാൽ മതിയാവും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സോഷ്യോളജിയുടെ ക്വസ്റ്റ്യൻസിൽ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഇതെല്ലാം പ്രയോജനപ്പെടുത്തി നന്നായിട്ട് എക്സാം എഴുതാനായിട്ട് ശ്രമിക്കുക. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു തവണയെങ്കിലും കേട്ടിട്ട് മാത്രമേ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകാവൂ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് എക്സാം എഴുതാൻ സാധിക്കട്ടെ. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്